ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ക്രാഫ്റ്റി വേൾഡ്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. അത് ഞാൻ കാർഡ്ബോർഡും സീഷെല്ലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് സമയം മെനക്കെട്ടാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് തന്നെ ഓരോ മാറ്റം വരുത്തി ചെയ്യാം. കാർഡ്ബോർഡിൽ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫ്ലവറോ ബീഡ്സ് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഷെല്ലും ബീഡ്സും കൊടുത്താണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ 2 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡാണ് ഞാനത് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഒരു A4 സൈസ് പേപ്പർ ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കാർഡ്ബോർഡിന് മുകളിൽ വെച്ച് 2 സൈഡും ഇതുപോലെ കറക്റ്റായി ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഹാർട്ട് കാർഡ്ബോർഡിൽ വരച്ചതിന് ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കാം. നമുക്കിത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഈ കാർഡ്ബോർഡിന് മുകളിൽ വെച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കാർഡ്ബോർഡും ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിനകത്തുള്ള പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഫ്രെയിം ഉണ്ടാക്കാൻ ആവശ്യമായ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 കാർഡ്ബോർഡ് പീസസ് ഫ്രെയിമിന് പുറകിലായി ഒട്ടിച്ചു കൊടുക്കാം. ഫ്രെയിമിന് മുകളിൽ കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കരുത്, അവിടെ ഓപ്പൺ ആയിരിക്കണം. ഈ കാർഡ്ബോർഡ് പീസസ് ഓരോന്നായി കവർ ചെയ്തെടുക്കാം. ഗ്ലൂ നന്നായി തേച്ചതിന് ശേഷം പേപ്പറിൽ ഒട്ടിച്ചെടുക്കാം. പേപ്പർ ഇതുപോലെ സൈഡിലായി കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പേപ്പർ മടക്കുമ്പോൾ ഈസി ആയിട്ട് മടങ്ങി കിട്ടും. ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ് കിട്ടും ഫ്രെയിമിന്. ശേഷം ഗ്ലൂ തേച്ച് നമുക്ക് അകത്തേക്ക് മടക്കി ഒട്ടിക്കാം. ഇതുപോലെ എല്ലാ സൈഡും കാർഡ്ബോർഡിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. കാർഡ്ബോർഡിൻ്റെ ഈ ഭാഗവും നമുക്ക് പേപ്പർ വെച്ച് കവർ ചെയ്യേണ്ടതുണ്ട്.
സൈഡ് ചേർത്ത് ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ടും ബാക്കും നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കവർ ചെയ്തെടുക്കാം. ഈ രണ്ട് കാർഡ്ബോർഡും ചേർത്ത് ഒട്ടിക്കാം. മുകൾ ഭാഗം ചേർത്ത് ഒട്ടിക്കേണ്ട കാര്യമില്ല. ഈ ഭാഗത്തോടെയാണ് ഫോട്ടോ ഫ്രെയിമിനകത്തേക്ക് വെക്കേണ്ടത്. ഫ്രെയിം ഞാനിവിടെ ചേർത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഷെല്ല് മുഴുവൻ ഫ്രെയിമിൽ ഒട്ടിച്ചെടുക്കാം. ഗ്രേയും വൈറ്റും ബ്ലാക്കും മിക്സ്ഡ് ആയിട്ടുള്ള ഷെല്ലാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുതോ ചെറുതോ ആയ ഷെല്ലുകൾ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പിങ്കും ബ്ലൂവും മുത്തുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അത് നമുക്ക് ഒന്നിട വിട്ട് ഷെല്ലിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പേപ്പർ ഉപയോഗിച്ച് ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഫ്രെയിമിന് പുറകിലായി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒരു റോസിൻ്റെ ഫോട്ടോ ഹാർട്ടിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രെയിമിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.